അതേസമയം ജനത്തിന്റെ ബജറ്റ് പ്രതീക്ഷ എന്താണ്? UDF സർക്കാർ ആദ്യ ബജറ്റിൽ കാത്തിരിക്കുന്ന പ്രഖ്യാപനം എന്താണ്? ജനം പറയുന്നത് എന്തെന്ന് കാണാം. ബഡ്ജറ്റിലെ പ്രതീക്ഷ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ജീവിതമാർഗം ഉണ്ടാകാൻ ശമ്പളം കൂട്ടിയും ബസ്സിൽ അതൊക്കെ വേണം. സാധനങ്ങൾക്കെല്ലാം ഇപ്പോൾ വില കൂടുതലാണ്. പച്ചക്കറി ആയാലും മത്സ്യമായാലും എല്ലാം. അതുപോലെ അതിനെല്ലാം നല്ല പ്രതിവിധമുണ്ടായി സർക്കാരിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പെൻഷൻ പ്രായം ഉയർത്താൻ സാധ്യതയുണ്ടാവും. അത്ഭുതങ്ങൾക്ക് വേറെ വഴിയൊന്നും കാണുന്നില്ല. വിലവർധന രൂക്ഷമായ പ്രശ്നം തന്നെയാണ്. അത് കുറക്കാനുള്ള മാന്ത്രിക വടിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. ബഡ്ജറ്റിൽ സാർവത്രികമായിട്ടുള്ള ജനങ്ങളുടെ സാമൂഹ്യ നന്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രൊഡക്റ്റീവ് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമാണ് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ പാസ്സാക്കുകയും അതിനുശേഷം ഒരു ഓഗസ്റ്റോടു കൂടി അതിൻ്റെ 50% വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു 2025. ഈ ഗവൺമെൻറ് അങ്ങനെ ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കാം. അതാണ് ബഡ്ജറ്റിൽ എന്ത് പാസ്സാക്കുന്നോ അത് നടപ്പാക്കുക. സ്ഥിരമുള്ളതുപോലെ തന്നെയല്ലേ വില കൂട്ടലും എല്ലാ കാര്യങ്ങളും തന്നെയല്ലേ. ഏത് മന്ത്രി സഭ വന്നാലും ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. ഇല്ല, നല്ല മാറ്റങ്ങൾ ഉണ്ടാവണമെന്നാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഒരു പ്രതീക്ഷയുണ്ട്. പുതിയൊരു മന്ത്രിസഭയല്ലേ. അല്ല, ജോലി അവസരങ്ങൾ ഒരുപാട് ഉണ്ടാവണം. ഒരുപാട് പേര് പുറത്തു പോവുകയാണ്. അപ്പോൾ അതെല്ലാം ഈ ബഡ്ജറ്റ് PSC അവസരം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കും. കഴിവുള്ള ആളുകൾ തന്നെയാണ് പുറത്തു പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ യൂത്ത് കുറവാണ്. അപ്പോൾ ജോലി അവസരം ഒരുപാട് ഉണ്ടായിക്കഴിഞ്ഞാൽ യൂത്ത് ഒരുപാട് ഇവിടെ നിൽക്കും. അത് ഇന്ത്യക്ക് തന്നെയാണ് നല്ലത്. ഇനി അങ്ങോട്ട് പെട്രോൾ ഹൈക്സ് ആകുമ്പോൾ ഇത് റൈസ് ആകത്തേ ഉള്ളൂ. ഈ ഓരോ ജലത്തിൻ്റെ പിന്നെ പ്രൈസ് മുതൽ അവശ്യസാധനങ്ങളുടെ പ്രൈസ് എല്ലാം. അപ്പോൾ അതിന് പുതിയ സർക്കാർ എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ള പ്രതീക്ഷ എന്നെപ്പോലെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ പ്രതീക്ഷ എങ്ങനെ സർക്കാർ സ്വീകരിക്കുമെന്നുള്ളത് ഈ ഇവിടുത്തെ യൂത്ത് ആകാംക്ഷാഭരിതരായിട്ടിരിക്കുകയാണ്. കോഴിക്കോട് പിന്നെ ഒരു മെട്രോ മുമ്പ് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴത്തേക്ക് ഒന്നും കൂടി ഒന്ന് എംഫസൈസ് ചെയ്തിട്ട് ഇത് കേന്ദ്രത്തിലേക്ക് വരുന്ന രീതിയിലുള്ളൊരു തീരുമാനം കൂടി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓൺട്രപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സ്കീംസ് കൊണ്ടുവരണമെന്നാണ് എൻ്റെ താല്പര്യം. PSCയിൽ കൃത്യമായിട്ടുള്ള നിയമനം നടക്കണം. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരൊക്കെ തന്നെ പുറത്താണല്ലോ നിൽക്കുന്നത്. അവർക്ക് വേഗം പ്ലേസ്മെന്റ് കിട്ടണം. ശുചിത്വത്തിന് കുറച്ചും പ്രാധാന്യം വേണം. ആരോഗ്യ മേഖലയ്ക്ക് കുറച്ചും കൂടി പുരോഗതി വേണമെന്നാണ്. കോഴിക്കോടിന് വികസനം നിർബന്ധമാണ്, പ്രത്യേകിച്ച് ഗതാഗത മേഖലയിൽ. മാവൂർ ഗോളി റയൻസിൻ്റെ പുനഃസ്ഥാപനം ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടുകയും ഒരുപാട് തൊഴിലാളികൾക്ക് ഒരു വരുമാനം ഉണ്ടാവുകയും അതോടൊപ്പം നാടിൻ്റെ ഒരു വികസനവും കൂടിയായിരുന്നു. സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തല്ലോ. അതുപോലെ കുറച്ച് ഡിസബിലിറ്റി ആയ ആൾക്കാർക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. കോഴിക്കോടിനെ ഒരു IT-യുടെ ഹബ്ബാക്കി മാറ്റും എന്നുള്ള രീതിയിലായിരുന്നു. കാരണം ഇവിടെ സൈബർ പാർക്ക് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലായിട്ട് ചേർന്ന് അവിടെ ഒരു മെൻ്റൽ ഹെൽത്ത് കോംപ്ലക്സും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വികസനങ്ങളൊക്കെയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഏത് രീതിയിലാണ് വരാൻ പോകുന്ന ബജറ്റുകളിൽ പ്രഖ്യാപനങ്ങളായിട്ട് മാറുന്നത് എന്നുള്ളത് അറിയാൻ കൗതുകമുണ്ട്. യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന് പറയുന്ന പദവി കിട്ടിയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോഴിക്കോട് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ടൂറിസം സെക്ടറുകളിലൊക്കെ ഡെവലപ്പ് ആവാൻ ചാൻസ് ഉള്ളതാണ്. ബട്ട് ഇന്നും നമ്മളെന്താണ് ഒരുപാട് ലിമിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്ടർ ഒന്ന് അടിപൊളിയാക്കണം, ഒന്നും കൂടെ ഉഷാറാക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.